ഉസ്താദന്മാരെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, അള്ളാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടുതലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവനെ യുദ്ധത്തെ കാരണമാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉയർന്ന മുബാറക്കായ ഒരു മജ്‌ലിസിൽ അല്ലാഹു നമ്മളെ കൊണ്ടെത്തിച്ചതാണ്. ഏറ്റവും അനുഗ്രഹീതമായ സദസ്സാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ നമ്മുടെ മക്കൾ, അവരിപ്പം നമ്മളെ സാക്ഷികളാക്കി. അവിടെ അവർ ഓതി തീർത്തു. അവിടെ കൂടിയ സ്ത്രീകളെ അവര് മുന്നിൽ ഓതി കേൾപ്പിച്ചു. ഇതാ ഞങ്ങൾ അള്ളാഹുവിന്റെ കലാം മനഃപ്പാഠമാക്കി, നിങ്ങൾ സാക്ഷികളാണെന്ന് അർത്ഥത്തിൽ അതിൽ പങ്കാളികളാവാൻ വന്നവരാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ എന്ത് കൂട്ടാണ് ലോകത്തുണ്ടാവുക? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വേറെന്തല്ല? നുബൂവത്തിന്റെ നാവുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ഇനി ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെന്ന് വിശ്വസിക്കാനും പറ്റില്ല. പക്ഷെ നമുക്കിത് മനസ്സിലാവാത്തത് നമുക്ക് ആഖിറം അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ ഭൗതികമായ ജീവിതമാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ കുറെ ആൾ ജീവിക്കുന്നുണ്ട്, ഒരാൾ മരിക്കുന്നുണ്ട്, ഒരാൾ ജനിക്കുന്നുണ്ട്, ഒരാൾ മരിക്കുന്നുണ്ട്. ഇതാണ് ജീവിതം എന്ന് വിചാരിച്ചതാണ്. സത്യത്തിൽ ഇത് ജീവിതമല്ല, ഇതൊരു പരീക്ഷണം മാത്രമാണ്. ആഖിറത്തിൽ ആരെ വിജയിപ്പിക്കണം, ആരെ പരാജയപ്പെടുത്തണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പരീക്ഷ. ജീവിതമുള്ളത് ആഖിറത്തിലാണ്. ഖുർആൻ പറയണ ആഖിറത്തിലെ ജീവിതം അതാണ് ജീവിതം. അവിടത്തേക്കാണ് നമ്മളെല്ലാവരും പോകേണ്ടത്. അത് നമ്മൾ ഇഷ്ടമുണ്ടായാലും പോകേണ്ടി വരും, ഇഷ്ടമില്ലെങ്കിലും പോകേണ്ടി വരും. പോകൽ നിർബന്ധമാണ്. അവിടെ രക്ഷപ്പെടണം. അവിടെയാണ് ആദരവുള്ളത്, അവിടെയാണ് ബഹുമാനമുള്ളത്. ഇവിടെ താൽക്കാലികമാണ്. 10, 50, 60, 70, 100 കൊല്ലത്തെ ജീവിതം. ഇവിടെ അയാൾ വിജയിച്ചാലും അയാൾ പരാജിതനാവും. ഇവിടെ അയാൾ പരാജിതനാണെങ്കിൽ അയാൾ വിജയിക്കും. പക്ഷെ ആഖിറത്തിൽ അങ്ങനല്ല. അവിടെ പരാജിതനായാൽ എന്നേക്കുമായി പരാജിതനായി. അല്ലാഹ് നമ്മളെല്ലാവരും കാക്കുമാറാവട്ടെ. വിജയിച്ചാൽ എന്നേക്കുമായി വിജയെ, പിന്നെ പരാജയം, പിന്നെ മരണമില്ല. നമ്മൾ ഇന്ന് ഈ മരിച്ചു എന്ന് പറഞ്ഞത് അത് മരണത്തിന്റെ കൂടി മരണമാണ്. പിന്നെ മരണമില്ല. പിന്നെ എന്നേക്കുമായി ജീവിതം. ആ ജീവിതത്തിൽ സുഖിക്കുക, ആ ജീവിതത്തിൽ സന്തോഷിക്കുക, അവിടെ വിജയിയാവുക. അത് കാണാത്ത ലോകമാണ്. അതിനുവേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. കാണുന്നതിന് വേണ്ടി പണിയെടുക്കുന്നവൻ അത് സത്യത്തിൽ വലിയ മണ്ടനും മടയനുമാണ്. ഒരു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ അയച്ചത് എന്തിനാണ്? അല്ലാഹു തആല ഈ കാണാത്ത ലോകത്തെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. കാണാത്തൊരു ലോകത്തെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനുവേണ്ടി തയ്യാറാവാൻ വേണ്ടിയിട്ടാണ് വന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറത്തിലേക്ക് മനുഷ്യരെ ചേർക്കാനാണ് പണിയെടുത്തത്. ദുനിയാവിന്റെ ഫളായിൽ പറഞ്ഞ് ദുനിയാവ് സമ്പാദിക്കാനുള്ള അവസ്ഥകളുടെ തർഗീബിന് വേണ്ടി നബി തങ്ങൾ ശാസനങ്ങൾ വന്നിട്ടില്ല. നബി തങ്ങൾ ശാസനങ്ങൾ എന്ന് പറഞ്ഞത് ലൗ ദഅഉതു റബ്ബി ലഅതാനി മുൽക കിസ്റ വ കൈസർ. ഞാനെങ്ങാനും ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ കിസ്റയുടെയും കൈസറിന്റെയും രാജാധികാരം അല്ലാഹ് എനിക്ക് തന്നേനെ. മക്കയിലെ മലകളെല്ലാം എനിക്ക് സ്വർണ്ണമാക്കി തരാൻ എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇത് സമ്പാദിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി പ്രേരണ കൊടുക്കാൻ വന്നതല്ല. ഇതൊരു താൽക്കാലിക ഗുസർഗ, ഇതൊരു കഴിഞ്ഞു കിടക്കാനുള്ള സ്ഥലമാണ്. ഇതിനത്രേ കാണേണ്ടിയുള്ളൂ. ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങലാണ് ഏറ്റവും വലിയ ഒരുങ്ങൽ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം അവിടെയാണ്. 50 കൊല്ലത്തേക്ക് പണിയെടുക്കലാണോ ബുദ്ധി? കാലാകാലത്തേക്ക് പണിയെടുക്കലാണോ ബുദ്ധി? ഖുർആൻ തന്നെ പറയുന്നല്ലോ, ബൽ തുക്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. നിങ്ങൾ ഭൗതിക ജീവിതത്തിന് തെരഞ്ഞെടുത്തിരിക്കുകയാണ്, അതിന് മുൻഗണന കൊടുത്തിരിക്കുകയാണ്. ഈസാർ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ മറ്റൊന്നിന് പരിഗണനയും മുൻഗണനയും നൽകണതിന്റെ പേരാണ്. അള്ളാഹു അതന്നെ പറഞ്ഞു, ബൽ തുക്സിറൂനൽ ഹയാത്തദ് ദുനിയ. ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ പരിഗണനയും മുൻഗണനയും നൽകിയിരിക്കുകയാണ് ആഖിറത്തിനേക്കാൾ. ആഖിറോ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ആഖിറം ഏറ്റവും ശ്രേഷ്ഠമായതും അതെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അസൽ ലക്ഷ്യം ആഖിറമാണ്, അല്ലാണ്ട് ദുനിയാവിന്റെ ജീവിതമല്ല. അത് നമ്മൾ അങ്ങനെ വിചാരിക്കാൻ. ഇവിടുത്തെ കാറ്, ഇവിടുത്തെ ബംഗ്ലാവ്, ഇവിടുത്തെ അലങ്കാരങ്ങൾ, ഇവിടുത്തെ വീടുകൾ, ഇവിടുത്തെ പാത്രങ്ങൾ, ഇവിടുത്തെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇവിടുത്തെ ജോലികൾ, ഇവിടുത്തെ വലിയ വലിയ സെറ്റപ്പുകൾ,
ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇതന്നെയാണ് ഇവിടുത്തെ എല്ലാം അല്ല. ഇതെല്ലാം ഇത് മനുഷ്യനെ വഞ്ചനയിലാക്കാനുള്ളതാണ്. ഇത് മനുഷ്യന്റെ പരീക്ഷയിൽ അവൻ ആരാണ് യഥാർത്ഥ വിജയി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അലങ്കാരമാക്കിയതാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഖുർആൻ പറയാൻ ഇന്നാ ജഅൽനാ മാ അലൽ അർളി, ഭൂമിയുടെ തൊലിപ്പുറത്തുള്ളതിനെ നാം ആക്കിയിരിക്കുന്നു, സീനതൻ ലഹാ, അതിനെ അലങ്കാരമാക്കിയിരിക്കുന്നു. ഭൂമിയിലെ വസ്തുക്കളെ അലങ്കാരമാക്കിയവൻ അല്ലാഹുവാണ്. അള്ളാഹു അലങ്കാരമാക്കിയതാണ്. അലങ്കാരത്തിന്റെ മേൽ മനുഷ്യൻ പോയി കുടുങ്ങും. അത് കുടുങ്ങരുതേ എന്ന് പറയാൻ വേണ്ടി അള്ളാഹു തആല നബിമാരെ അയച്ചു, കിതാബും തന്നു. അലങ്കാരമാക്കിയത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണത്തെ ജീവിതത്തെ സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സുഹൃതങ്ങൾ, ഏറ്റവും സൽക്കർമ്മങ്ങൾ, അഹ്സനു അമൽ, ഏറ്റവും നല്ല അമൽ ആരാണ് ചെയ്യുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കണം, നമ്മുടെ യഥാർത്ഥ ജീവിതം ആഖിറത്തിലാണ്. അതിനുവേണ്ടിയാണ് തയ്യാറാവേണ്ടത്, അതിനുവേണ്ടിയാണ് ഒരുങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബജീവിതത്തിൽ വരെ ഈ കാര്യത്തെ ഓർമ്മക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാടിനെ അറുത്ത് അതിന്റെ തൊലി ഉരിച്ച് റെഡിയാക്കി കൊടുത്തു. എന്നിട്ട് അതിന്റെ കഷ്ണങ്ങൾ മുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തു. നബി സല്ലല്ലാഹു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ ഒരു കുരങ്ങ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി അതിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു കുരങ്ങ് ബാക്കിയായി എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. കുടുംബാണ്, വീട്ടിൽ നിൽക്കുകയാണ്, അയാളുടെ പുറത്ത് മിമ്പറിൽ പ്രസംഗിക്കുന്നല്ല, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നല്ല. ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ദീന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അടിയേറ്റൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ ഇടയിൽ എന്ത് ദീൻ ഇല്ലല്ല. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ക്ലാസ് എടുക്കുക, ഹദീസ് പറയേ, അല്ലെങ്കിൽ മിമ്പറിൽ ഇരിക്കുക, സഹാബാക്കൾ ഇങ്ങനെ ജനം ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നല്ല. ഭാര്യയും ഭർത്താവും നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഒരു കുറവ് ബാക്കിയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി ഉടനെ പറഞ്ഞു, ആയിഷ ഒരു കുറവില്ലാത്തതെല്ലാം ബാക്കിയായി, തിരിച്ചു വിടാൻ ആഖിറത്തിലേക്ക്. ഒരു കുറവില്ലാത്തതെല്ലാം ബാക്കിയായി എന്നുവെച്ചാൽ കൊടുത്തതൊക്കെ എന്തായി? എവിടെ? ആഖിറത്തിൽ ബാക്കിയായി. ഇനി കൊടുക്കാത്ത ഈ കുറവിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, നമ്മൾ നിന്നാണെങ്കിൽ. അവിടെ ഇത് ബാക്കിയായില്ല, ബാക്കിയായ സത്യത്തിൽ കൊടുത്തതാണ്. അപ്പതിൽ തിരിച്ചു വിടാൻ. മോള് അടിമനെ ചെയ്യിക്കാൻ വേണ്ടി വന്നു, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഭയങ്കര ഇഷ്ടമുള്ള മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എനിക്ക് വേറെ മക്കളുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോടുള്ള ഇഷ്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി നടത്തത്തിന്റെ പോലെയുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നടത്തം. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു അയച്ചത് പോയി ചോദിച്ചു നോക്ക്. കുറെ അടിമകൾ ഉണ്ടാടെ, ഉപ്പാനോട് ഒരു അടിമനെ തരാൻ പറ്റും ചോദിച്ചു നോക്ക്. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വന്തമായി തിരിവുകളിൽ അങ്ങനെ അമ്മി പോലത്തെ അതിങ്ങനെ പിടിച്ചിട്ട് കൈക്ക് താങ്കുണ്ട്, തോൽപാത്രം കൊണ്ടുവന്നിട്ട് മാറിൽ പാടുണ്ട്. സ്വന്തം ആരാണ് ഈ ആള് നിങ്ങൾക്കറിയാം? ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഫാത്തിമ സ്വർഗവാസിനികളായ സ്ത്രീകളുടെ നേതാവാണ് എന്ന് നബുവത്തിന്റെ നാവുകൊണ്ട് പറഞ്ഞതാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ പണിയൊക്കെ എടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ദീനുണ്ടായ പണിയെടുക്കണ്ട, ഞാൻ ആശ്രിതത്താണ്, ഇനി പണിയില്ല, ഈ പ്ലേറ്റൊക്കെ വേണം വേറെ ആണെങ്കിൽ കേട്ടോ, ഞാൻ ആലിമത്താണ്. അപ്പൊ അങ്ങനെയുണ്ട്. പുരുഷന്മാർ 8 കൊല്ലം 10 കൊല്ലമൊക്കെ പഠിച്ചാൽ ആലിമാണോ എന്ന് സംശയിക്കും. എന്നാലും ഉസ്താദ്മാര് സനത് തരുമ്പോൾ പറയില്ല നിങ്ങളൊന്നും ആലിമല്ല. എനിക്ക് സനത് എന്നപ്പോൾ പറഞ്ഞതല്ല, എനിക്ക് സനത് തരുമ്പോൾ കുറെ ആലിമേക്ക് സനത് കൊടുത്തിട്ടുണ്ട്. പൊതുവായ സനദ്ദാന സമ്മേളനത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആലിം എന്നുള്ള സനതല്ല നിങ്ങൾക്ക് തരുന്നത്, ആലത്തിന്റെ സനതാണ് തരുന്നത്. ഇപ്പോൾ സയ്യിദ് ഖാൻ മൗലാന പറഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടിരുന്നു, അദ്ദേഹത്തിന്റെ ആലത്തിന്റെ സനതാണ്. ആലത്ത് പറഞ്ഞാൽ ഉപകരണം, കൈക്കോട്ട്, പിക്കാസ്, കത്തി, അത് കർഷകന്റെ ആലത്താണ്. ഉളി, ചിപ്പിളിന്തുണ സാധനം, അങ്ങനത്തെ ഡ്രില്ലൊക്കെ ചെയ്യുന്ന സാധനമൊക്കെ ആശാരിൻ്റെ, പ്ലംബറിന് വേറെ ഉണ്ടാവും, ഇലക്ട്രീഷ്യന്റെ വേറെ ഉണ്ടാവും. അതിന്റെ പേരാണ് ആലത്ത്, ആ സാധന ഉപകരണത്തിന്റെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കിതാബുകളൊക്കെ എവിടുന്ന് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റണ
ഒരു ഉപകരണത്തിന്റെ സർട്ടിഫിക്കറ്റ് തരികയാണ്, നിങ്ങൾ പോയി ഇൽമു പഠിക്കണം. 9ാമത്തെ കൊല്ലാണ് അത് പറഞ്ഞത്. ഇവിടെ 2 കൊല്ലം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ 2 വായിച്ചു കഴിഞ്ഞാൽ അവൾ ആലിമത്തായി. അപ്പൊ അതിന് പറയും എന്റെ മോൾ ആലിമത്താന്ന് പറഞ്ഞ വാപ്പാരുണ്ട്. എന്താ നമുക്കറിയില്ല. 2 കൊല്ലം ഒരു കടലിലെ വെള്ളം ഒരു 2 ലിറ്റർ കുപ്പിയിലാക്കിയിട്ട് പറയുന്നത് കടല് വേണ്ടോടുണ്ട്. ആട് കേട്ട പിന്നെ വേറെ പരിപാടിക്കൊന്നും പോകാനും പറ്റില്ല. അങ്ങനെയുണ്ട്. ഞാൻ ആലിമത്തായി, ഞാൻ ഹാഫിളത്തായി, ഇനി വീട്ടിലെ തുടക്കൽ, വീട്ടിലെ അടിച്ചുകയറിൽ എനിക്ക് വേണമെങ്കിൽ ആളെ വെച്ചുകൂടിയിരുന്നു. ഇതാരാള്? ഇത് ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ അതിന് മൂടില്ല. നമ്മളവിടെയൊക്കെ ആ സന്തൂക്കിൽ ഒരു മൂടിണ്ടാവും. ചില സ്ഥലത്തൊക്കെ അതിന്റെ മുകളിൽ ഒരു തുണി ഇടുന്ന കാണാൻ. ചില നാട്ടിലൊക്കെ ഉണ്ടാവും പച്ച, ഒരു കളർ തുണിയിട്ടാൽ അത് സ്ത്രീയുടെ ജനാസയാണ്, വേറെ കളർ ഇട്ടാൽ പുരുഷന്റെ ജനാസയാണ്. അല്ലെങ്കിൽ പുരുഷന് അങ്ങനത്തെ തുണി ഇടൂല, സ്ത്രീക്ക് മാത്രം തുണി ഇടുന്ന കുറെ ഏരിയകളുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് എന്നെ പകൽ കൊണ്ടുപോയത്. അന്നിങ്ങനെ ഈ പലകന്റെ മുകളിലോ മറ്റോ കൊണ്ടുപോയാല് കഫം തുണി പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോഴും എന്നെ പകല് കൊണ്ടുപോയത് എന്നെ ആൾക്കാർ കാണുന്നു. എന്റെ മുകളിൽ മൂടിയിട്ടിട്ട് രാത്രി കൊണ്ടുപോയാൽ മതിയെന്ന്. ആര് പറഞ്ഞത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അനുയായികളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് സ്വന്തമായ ആസുകല്ല് തിരിച്ചോണ്ട് കയ്യിൽ പാടുണ്ട്. തോൽപാത്രം എന്ന് പറഞ്ഞാല് ആടിന്റെ ഇറച്ചി മാംസക്കട ഒഴിവാക്കിയാൽ പിന്നെ അതിന്റെ തോലുണ്ടാവും. അതിങ്ങനെ കൂട്ടി തുന്നിയാൽ, ഉറക്കിട്ടതിന് ശേഷം അതിങ്ങനെ തുന്നിയാല് ഒരാടിന്റെ കുട്ടി ഇങ്ങനെ കടിച്ച മൈലുണ്ടാവും. അതിന്റെ 2 കൈയും 2 കാലിനോട് ചേർത്തിട്ട് കയറി കെട്ടിട്ട് അത് ക്രോസ് ആയിട്ട് എന്നുവെച്ചാൽ വിലങ്ങത്തിൽ പുറത്തിട്ട് വെള്ളം അതിന്റെ കഴുത്തിന്റെ ഭാഗത്തൂടെ ഒഴിച്ചിട്ട് അത് കെട്ടും. അതാണ് ബക്കറ്റിനൊക്കെ പകരം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നത്. എന്നിട്ട് അത് പുറത്തിട്ടിട്ട് ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കും. അപ്പൊ ക്രോസ് ആയിട്ട് ഇങ്ങനെ പുറത്ത് കിടക്കുണ്ടാവും. അതിങ്ങനെ കൊണ്ടുവരും. ആ കയറിങ്ങനെ വന്നിട്ട് മാറിടത്തിൽ കയറിന്റെ പാടുണ്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോഴാണ് ഒരു അടിമനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. അടിമനെ ചോദിച്ചപ്പോൾ നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞെടുത്ത് എന്താ, ഒരു അടിമനെ കൊടുത്തിയാൽ ആരും വിപ്ലവം ഉണ്ടാക്കില്ല, ഇനി അടുത്തുള്ള മത്സരിക്കാൻ സമ്മതിക്കില്ല എന്നൊന്നും പറയുക. നുബുവത്തിന് മത്സരമില്ല. നബി എന്നും നബി തന്നെയാണ്. ഇനി ഇവരെല്ലാവരും കൂടെ കൂടി എന്നെ ഒഴിവാക്കൊന്നുമില്ല. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റിയ സഹാബാക്കളാണ്. പക്ഷെ കൊടുത്തില്ല. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു, മോളെ നിങ്ങൾക്ക് അടിമനെ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഒരിക്കൽ പറഞ്ഞു, ബദരീങ്ങളെ യതീമുകളുണ്ട് എന്നുവെച്ചാൽ ബദരിൽ മരിച്ചുപോയവരുടെ യതീമായ മക്കളുടെ ഓരാണ് അടിമകൾക്ക് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരും അർഹരും. നമ്മൾ അവർക്ക് കൊടുക്കാണ്. ഇതിന്റെ മോളാണെന്ന് വിചാരിച്ചിട്ട് തരാൻ പറ്റില്ല എന്നുള്ള അർത്ഥം. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം പറഞ്ഞാൽ മതി മോളെ, നിങ്ങൾക്ക് അടിമയെ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. താരിഖിൽ ഇപ്പോഴും അതിന്റെ പേര് തസ്ബീഹാത്ത് ഫാത്തിമിയ്യ. നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾ ആഖിറത്തിലേക്ക് തിരിച്ചുവിടാൻ നമ്മൾ ദുനിയാവും മാറി കൂട്ടാനുള്ള പരിപാടി. കാരണം നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾക്ക് അറിയാം ഇവിടുത്തെ 50, 40, 60, 70 കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന ജീവിതം അതാണ്. അവിടെ എന്തുണ്ടാകും? അവിടുത്തെ അംഗീകാരമാണ്. അവിടുത്തെ മെഡൽ, അത് മെഡലാണ്. അവിടുത്തെ അംഗീകാരം. അവിടെ മെഡൽ കൊടുക്കും. ആർക്ക്? മക്കളെ ഹിഫ്ള് പഠിപ്പിച്ചു വെക്കും. സൂര്യനേക്കാൾ തിളങ്ങുന്ന കിരീടം ഇങ്ങനെ വെച്ചു കൊടുക്കും മാതാപിതാക്കൾക്ക്. ഈ ഇരിക്കുന്ന ഈ മാതാപിതാക്കളുണ്ടല്ലോ, ഉമ്മക്കും വാപ്പക്കും വെച്ചു കൊടുക്കും. ദുനിയാവും ചിലപ്പോൾ ഒരു കർഷകനായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും പണിക്കോണാനായിരിക്കും, അല്ലെങ്കിൽ ഒന്നും അറിയാത്തവനായിരിക്കും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. അവന്റെ കുട്ടി ഹാഫിളാണെങ്കിൽ ഹാഫിളത്താണെങ്കിൽ ആ കിരീടം ഇങ്ങനെ വെച്ചു കൊടുക്കും. അത് ചെറിയ കിരീടം, അങ്ങനെ ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ട കൊടുക്കണമായിരുന്നല്ല, അതിൽ കവറിലിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അത് തലയിൽ വെച്ചാൽ സൂര്യനേക്കാൾ വെളിച്ചുണ്ടാവും, എല്ലാവരും കാണുക. അന്ന് മഷറുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇയാളുടെ മകൻ ഹാഫിളാണ്, ഇയാളുടെ മകൻ ഹാഫിളാണ്, ഇത് ഹാഫിളിന്റെ ഉമ്മയാണെന്ന് അറിയാം. ഭാഗ്യം അന്നത്തെ അംഗീകാരം. ഇവിടെ നമ്മൾ സ്ഥലത്ത് കൊടുക്കാനായി അല്ലെങ്കിൽ ഇതിൽ കൊടുക്കാനായി ഹാഫിളത്തായി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് വന്നതിന് മാഷാഅല്ലാഹ്. പക്ഷെ നമ്മൾ ആലോചിക്കുക ഇതൊന്നുമില്ല അംഗീകാരം. ഇവിടെ മലപ്പുറം ജില്ലയിൽ ഏതൊരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് IAS കിട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവിക്കും. കാരണം നമുക്ക് ദുനിയാവിന്റെ വില അറിയുള്ളൂ. ഒരു കുട്ടി ഹാഫിളത്താവുക, ഒരു കുട്ടി ഹാഫിളാവുക പറഞ്ഞാൽ ഇവിടെ മനപ്പാടാക്കാൻ ചെറിയ കാര്യം. ഇവിടുത്തെ അംഗീകാരത്തിനേക്കാൾ വലിയ അംഗീകാരം കിട്ടുന്ന സ്ഥലമാണ് ആഖിറം.
നാളെ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. എല്ലാവരും, ഒരാളും കൂടില്ല. അന്നാർക്ക് കല്യാണം, സൽക്കാരം, പരിപാടി ഒന്നുമില്ല. എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ആരാ അധികാരി ഇല്ലത്? ഓ, അള്ളാഹ് തന്നെ ചോദിക്കേണ്ടത്. കാരണം ഭൂമിയിൽ എല്ലാവരും വലിയ വലിയ അധികാരികളാണ്. അള്ളാഹു ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ആരാ അധികാരി? ആരും ഒന്നും പറയില്ല. എല്ലാവരും ഉണ്ടാവും. ഫിറഔൻ ഉണ്ടാവും, ഖാറൂൻ ഉണ്ടാവും, നമ്രൂദ് ഉണ്ടാവും, സുലൈമാൻ നബി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ ആരും ഒന്നും പറയില്ല. എല്ലാവരും ഉണ്ടാകുമ്പോൾ അള്ളാഹു തന്നെ പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹ്ക്കാണ് ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം. അള്ളാഹുവിന്റെ അധികാര സ്ഥാപിക്കണം. അന്നത്തെ ദിവസം അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, ജനങ്ങളിൽ അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട്. ചോദിച്ചു, ആരാണ് അള്ളാന്റെ സ്വന്തക്കാര്? അള്ളാഹ്ക്കാരാ സ്വന്തക്കാര്? നബി പറഞ്ഞു, ഖുർആൻ, ഒരു ഖുർആന്റെ ആൾക്കാരാണ്. ഒരു ഖുർആന്റെ ആൾക്കാരാണ്. അവർ അള്ളാന്റെ സ്വന്തക്കാരാണ്, അള്ളാന്റെ സ്വന്തം ആൾക്കാർ. അപ്പൊ ഖുർആന്റെ ആൾക്കാർ നാളെ മഹ്ശറയിൽ അള്ളാന്റെ സ്വന്തക്കാരായിട്ടുണ്ടാവും. ഇവിടെ ഇപ്പൊ വലിയ ഒരു 10 ലക്ഷം ആളെ പരിപാടിയൊക്കെ നടക്കുന്ന ചില ആൾ ബാഡ്ജൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. എല്ലാവരും എല്ലാ ഭാഗത്തേക്കും കടത്തില്ല, ബാഡ്ജുകൾക്ക് എല്ലായിടത്തും പോകാം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും അങ്ങനത്തെ ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ. ഓരൊക്കെ ഇതിന്റെ മെയിൻ ആൾക്കാരാണ്. ഇതേപോലെ നാളെ മഹ്ശറയിൽ അള്ളാന്റെ സ്വന്തക്കാരായിരിക്കും ഇവർ. അന്നാണ് ഇതിന്റെ വില മനസ്സിലായി. എന്നൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനൊക്കെ പോയാല് ദുനിയാവിന് എന്താ കാട്ടുക, ഇവിടെ ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. ജീവിക്കണ്ടേ ഇവിടെയാണോ അവിടെയാണോ എന്നൊക്കെ മഹ്ശറ കാണുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ ഇതൊന്നും അറിയില്ല. ഇപ്പൊ പല ന്യായങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ടാവും. കാരണം നമ്മളെന്നും രാവിലെ കാണുന്നത് ഇതൊക്കെയാണ്. ആഖിറം കാണില്ലല്ലോ, മഹ്ശറിന്റെ രംഗങ്ങൾ കാണില്ലല്ലോ, മഹ്ശറിന്റെ രംഗം കാണില്ലല്ലോ. മഹ്ശറ വല്ലാത്ത രംഗാണ്. അവിടെ വിജയികളായി അന്ന് ചില മുഖങ്ങളുണ്ടാവും, പ്രകാശിക്കുണ്ടാവും, ഒരിങ്ങനെ ചിരിക്കുണ്ടാവും. എവിടെ ചിരിക്കണം? എവിടെ ചിരിക്കണം? ആഖിറത്തിൽ ചിരിക്കണം. ഓ, അല്ലാഹനെ നോക്കിയൊക്കെ നിൽക്കണം മുഖങ്ങളുണ്ടാവും. ചില മുഖങ്ങൾ കാലത്തിൽ കരുവാളിച്ചിട്ടുണ്ടാവും. പൊടി പഠനങ്ങൾ കുഞ്ഞുമായിട്ടുണ്ടാവും. ദുനിയാവിൽ അടച്ചാൽ ധിക്കരിച്ച് മറന്ന് ജീവിച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, അവിടെ ചിരിക്കണം. അവിടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അവിടെ സന്തോഷിക്കാൻ കഴിയണം. അതിനുവേണ്ടി പണിയെടുക്കണം. അന്നാണ് നമുക്ക് വില മനസ്സിലാക്കുക. ഇവിടെ ആഖിറത്താൻ കുറെ ദൂരം വേണോ? ആഖിറത്തിലേക്ക് എത്താൻ കുറെ ദൂരമൊന്നും വേണ്ട. 2-3 ആഴ്ച മുമ്പ് ഞാൻ ഈ പള്ളിയിൽ വന്നിരുന്നു. ഒരാവശ്യത്തിന് പോകുന്ന നിസ്കരിക്കാൻ വന്നപ്പോ ഇവിടെ ഒരു ജമാഅത്തിൽ ഇവിടെ നമ്മളെ ഹിഫ്ദിന്റെ കാര്യം തന്നെ ആലോചിക്കാൻ വേണ്ടിയിട്ട് കൂടിയത്. ഈ പരിപാടിനെ എങ്ങനെ നടത്തണമെന്നൊക്കെ ആലോചിക്കാൻ വേണ്ടി കൂടിയതാണ്. കുറച്ച് സമയം. അപ്പൊ ജമാഅത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരൊക്കെ കുട്ടികളാണ് ഹാഫിൾ ആവുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എന്റെ മോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൈ വെച്ചു. അപ്പൊ അവിടെ ഒരാൾ ഇങ്ങനെ കൈ, ആ ജമാഅത്തിൽ ഒരാൾ ഇങ്ങനെ കൈ വെച്ചു. അപ്പൊ എനിക്ക് അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹം കേട്ടത് എന്താണ്, അതിൽ ആരൊക്കെ മക്കളാണ് ഹാഫിലീങ്ങൾ ഉള്ളത് എന്നാണ് അദ്ദേഹം കേട്ടത്. ഞാൻ ചോദിച്ചത് എന്താണ്, ഇവിടുന്ന് ഈ പ്രാവശ്യം ആരൊക്കെ മക്കളാണ് ഹാഫിലത്തുകളാകുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം കൈയൊന്നിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മാഷാഅല്ലാഹ്, നിങ്ങളെ മോൻ ഹാഫിലാണ്, മോൻ ഹാഫിലാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താക്കി. അദ്ദേഹം ഇപ്പോഴുള്ളത് ഖബറിലാണ്. ഈ പറഞ്ഞ ഈ ഖബർ, ഈ ആഖിറ, മഹ്ശറ, ഈ സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞ ഏതോ ദൂരത്ത് ഒരു കുറെ കാലം ഇല്ലല്ല. ഈ ഇരിക്കണ
ആരെങ്കിലും മരിച്ചാൽ അവന്റെ ഖിയാമത്ത് നാൾ അതായി, അവന്റെ ഖിയാമത്ത് നാൾ അതാണ്. എന്റെ നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ ഇത്ര ദൂരം ആർക്കറിയാം? അന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും എന്തായിരുന്നു എൻ്റെ മകൻ പഠിച്ചത്, എന്താണ് എൻ്റെ മോള് പഠിച്ചത്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് അന്ന് മനസ്സിലാവും. മക്കളെ ഖുർആൻ പഠിപ്പിച്ചതിന്റെ പേരിൽ മാത്രം അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നു പറഞ്ഞ ഹദീസിലുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഉമ്മാര് വാപ്പാര് ഓരോ ജ്യേഷ്ഠന്റെ മക്കൾ, അഞ്ചന്റെ മക്കളൊക്കെ ആസ്വദിങ്ങളുടെ ആസ്വദത്തിലുള്ള ബന്ധുക്കളെന്ന് വളർത്തുന്നത്. നമ്മൾ സത്യത്തിൽ ഭാഗ്യവാന്മാരാണ്, ഏറ്റവും അനുഗ്രഹീതരാണ്. ദുനിയാവിൽ ഇതിനേക്കാൾ വലുത് എന്താ വേണ്ടത്? ഒറ്റ കാര്യം, നാമാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്. ഇതിനെ സൂക്ഷിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. ഇതിനെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പണി തീർക്കേണ്ട, അതൊക്കെ ആരെന്നെ ചെയ്തോളൂ? അള്ളാഹു ചെയ്തു. എങ്ങനെയാണ് സൂക്ഷിക്കുക? ഇതിങ്ങനെ കോപ്പിയാക്കിയിട്ട് ഓരോ ലൈബ്രറിയിൽ അടിപിടി വെക്കുക, അതൊക്കെ കാലഹരണപ്പെട്ടു പോകാം, കത്തിച്ചു പോകാം, നശിച്ചു പോകാം. ബ്രിട്ടീഷ് മേൽക്കോയ്മ ഖുർആനെ ഒന്ന് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി, എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രാവശ്യം അവർക്ക് പരാജയം ലോകത്ത് സംഭവിച്ചത് മൊത്തം ഖുർആന്റെ ആൾക്കാരോട് മാത്രമാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മ പിന്തിരിഞ്ഞു പോയത് ആകെ ഖുർആന്റെ ആൾക്കാരോടാണ്. ഒന്ന് പൂക്കോട്ടൂരാണ് നമ്മളുള്ള സ്ഥലം. ഇവിടെ നിന്നാണ് അവർ പിന്തിരിഞ്ഞു പരാജയപ്പെട്ടത്. ഒന്ന് അയൽരാജ്യം പാകിസ്ഥാൻ. എന്തിന്റെ കാരണം? ഒരു പഠിച്ചുകൊണ്ടെങ്കിലും ഖുർആന്റെ ആൾക്കാരാണ്. ഖുർആൻ ഭയങ്കര വീര്യം, ഭയങ്കര ഈമാൻ, എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. മരണത്തിനേക്കാളും ജീവിതം അവിടേക്കാണ് ഖുർആൻ വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ആ ഹിമ്മത്ത് ഖുർആൻ കൊടുക്കുകയാണ്. അവരോട് പിടിച്ചിക്കാൻ കഴിയില്ല. പേടിയുള്ളവനോടല്ലേ പലരും പേടിപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പേടിയൊന്നുമില്ലെങ്കിൽ, എനിക്ക് പേടിയൊന്നുമില്ല, എന്താ കാട്ടുക? എന്നെ കൊല്ലുന്നില്ല, ആയിക്കോട്ടെ, നമ്മ എന്താ കാട്ടാൻ പറ്റില്ല. മരണത്തെ പേടിയില്ലാത്ത സാധുഗ്രഹ്യമാണ് അതല്ലേ പറഞ്ഞത്. കത്തെഴുതി എതിർ സൈന്യത്തിന്റെ നേതാവിന്, ഞാനൊരു സൈന്യത്തെ കൊണ്ടുവരുന്നുണ്ട്, അനറബികൾക്ക് കള്ളപ്രകാരം ഇഷ്ടമോ അതേപോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന് കൊണ്ടാണ് ഞാൻ വരുന്നത്. മദ്യം അതിന് കുടിക്കുന്ന ആൾക്ക് എത്ര ഇഷ്ടം ഉണ്ടാവുമോ അതിനേക്കാളും മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി കീഴടക്കിയത് എങ്ങനെയാണ്? പരിശുദ്ധ മസ്ജിദുൽ അഖ്സയെ കീഴടക്കിയത് എങ്ങനെയാണ്? ഭയങ്കര സെറ്റപ്പുള്ള സമൂഹത്തെ കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ വംശജരായ കുർദികളെ കൊണ്ടാണ്. അവരാദ്യം തയ്യാറായി എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ. അതുകൊണ്ട് ഖുർആൻ നെഞ്ഞിലേറിയ ആളുകൾ ഒരു ഈമാൻ ഉണ്ടാവും. അതുകൊണ്ട് ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്ക് ഏറ്റവും പേടിയുള്ളത് ഖുർആനായിരുന്നു. ഇവിടെ ലോകത്ത് എത്ര ഗ്രന്ഥങ്ങളുണ്ട്, ദൈവിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. അതിനൊന്നുമില്ലാത്ത ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ആക്ഷേപങ്ങളും ഉള്ളത് ഖുർആനാണ്. എന്നും ഖുർആനുണ്ട്. എത്ര കൊല്ലായി ഖുർആൻ ഇങ്ങനെ കേൾക്കുന്നു, ഖുർആനെ പറ്റി ഒന്നും പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ ഖുർആൻ അതിന്റെ ആ ശക്തിയിൽ ഒരു ഇഞ്ച് താഴാതെ അതിങ്ങനെ ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതും പഠിക്കുന്നതും ആളുകൾ അതിനെ ബഹുമാനിക്കുന്നതും ഒക്കെ ഈ ഖുർആനാണ്. ഇത് ഖുർആന്റെ മുഅ്ജിസത്താണ്. ഈ ഖുർആനെ സൂക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞതാണ്. എങ്ങനെ സൂക്ഷിക്കുക? കോപ്പിയിലാക്കിയിട്ടല്ല. ബ്രിട്ടീഷ് മേൽക്കോയ്മ തീരുമാനിച്ചപ്പോൾ ഉലമാക്കൾ അവരെ വൈസ്രോയിമാരെയും അവരെ ബാക്കിയുള്ളവരെ കൂട്ടിയിട്ട് ഒരു സദ്യ പോലെ നടത്തി, ഒരു സൽക്കാരം വെക്കണ പോലെ നിന്ന് അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ മക്കൾ ഇങ്ങനെ വന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ചെറിയ 10 ഗസറ്റിനൊക്കെ എവിടെയെങ്കിലും ഒക്കെ കുഴപ്പമുണ്ടാവും. കുട്ടി പറയും അവിടെ അങ്ങനല്ല, അവിടെ എങ്ങനെയാണ്, അവിടെ എങ്ങനെയല്ല, അവിടെ അങ്ങനെയാണ്. ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇത് കണ്ടപ്പോൾ ഇവരിങ്ങനെ ഇതെന്താണ്, ഇത് ഖുർആനാണ്. അപ്പൊ അവരോട് പറഞ്ഞു, ഖുർആൻ നിങ്ങൾ നശിപ്പിക്കാൻ വിചാരിച്ചാൽ നശിക്കൂല. ഇതേപോലത്തെ ആയിരക്കണക്കിന് മക്കളുടെ ഹൃദയത്തിൽ ഈ സാധനം സൂക്ഷിച്ചിട്ടുണ്ട്. അവരെ മുഴുവൻ കൊന്നൊടുക്കിയാൽ ഇത് നടക്കും. എങ്ങനെ കൊല്ലുക? ഇതിനെ സൂക്ഷിക്കാൻ അല്ലാഹു ഏറ്റതാണ്. ഈ കാലഘട്ടത്തിൽ ദുനിയാവിന്റെ കാലഘട്ടം ഏതാ അറിയുക? ഇപ്പൊ ഈ ഹാഫിളുകളായ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 14, 15, 14, 17 വയസ്സുള്ള കുട്ടികളായിരിക്കും. ഈ വയസ്സുള്ള കുട്ടികൾ എവിടെ ഉള്ളത് നിങ്ങൾ ആലോചിച്ചു. മര്യാദയ്ക്ക് യാസീനും കൂടി ഓതാൻ അറിയാത്ത കുട്ടികളുണ്ടാവും ഈ വയസ്സിൽ. ആ
അപ്പോഴാണ് ഈ കുട്ടികൾ അലിഫ് ലാം മീം മുതൽ നാസ് വരെ ഓതി കൊടുക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഓതി കൊടുക്കും വരും. ഈ കാലഘട്ടത്തിലും ഈ ഖുർആനെ ഈ കോലത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി ചില ഹൃദയങ്ങളെ പടച്ചവൻ തെരഞ്ഞെടുത്തു. ചില ഹൃദയങ്ങളെ അല്ലാഹു തെരഞ്ഞെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിൽ പല വാപ്പാരെ എനിക്കറിയാം, ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഒരു ഇങ്ങനൊന്നും അല്ലെന്നത്. ഈ കുട്ടികൾ ജനിക്കുമ്പോൾ ദുനിയാവിന്റെ ഗഫ്ലത്തിന്റെ മാഹൂലിലുള്ള വാപ്പാര് ഒരു പിന്നെ അള്ളാന്റെ മാർഗത്തിലൊക്കെ പുറപ്പെട്ട് ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടായി. ഓർക്ക് ബോധം വന്നു, എന്റെ മോളെ ഖുർആൻ പഠിപ്പിക്കണം, എന്റെ മോളെ ഖുർആൻ പഠിപ്പിക്കണം. അതിന്റെ വലിയൊരു ഹിക്മത്ത് ഞാൻ ചിന്തിക്കുന്നത്, അള്ളാഹു ആ കുട്ടി ജനിക്കുമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഹൃദയം എനിക്ക് ആവശ്യമുണ്ട് എന്റെ ഖുർആൻ സൂക്ഷിക്കാൻ. എനിക്ക് ആവശ്യമുണ്ട് ഈ ഖുർആൻ സൂക്ഷിക്കാൻ ഈ ഹൃദയത്തെ. ഈ കർഷകൻ ഉണ്ടാവും, നല്ല വലിയ തേങ്ങ, വലിയ അടക്ക അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ ഉണ്ടാവുമ്പോൾ വിത്തിന് വെക്കുന്നുണ്ട്. അപ്പൊ അതിന് വലിയ വില ഇട്ടു, എന്നാലും അയാൾ കൊടുക്കൂല, അയാൾക്ക് വിത്തിന് വേണം. ഇതേപോലെ കുറെ ഹൃദയങ്ങളുള്ള കുട്ടികൾ ഭൂമിക്ക് വരുമ്പോ അമ്മ ഇങ്ങനെ മാർക്കറ്റിട്ട് പോവാൻ, ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം. എയർപോർട്ടിൽ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോണ്ടാവും ചില ആൾക്കാരോട് ഒന്നും കണ്ട് ഇരട്ടി സ്കാനിലിട്ടിട്ട് പോയിക്കൊള്ളിയാൽ. അധികം ആൾക്കാർക്ക് മനസ്സിലായി എന്നെങ്ങനെ എന്തെന്തിനാണെന്ന്. അപ്പൊ അതിന് ഒരു മാർക്ക് ഇങ്ങനെ ഒരു ക്രോസ് മാർക്ക് ഉണ്ടാവും, അത് അവിടുന്ന് വരുന്നുണ്ട്. ഒരു ക്രോസ് മാർക്ക് ഉണ്ടാവും. ഇവര് അതാണ് നോക്കുന്നത്, ഏതുമുള്ള ക്രോസ് മാർക്ക് ഉണ്ടാവും. ആ ക്രോസ് മാർക്കിനോട് അതിലവർക്ക് എന്തോ സംശയമുണ്ട്, അതുകൊണ്ട് ഇടാം. ഇതേപോലെ തന്നെ എന്റെ മാർക്ക് ഇട്ട് വിട്ടതാണ്. ഇതിൻക്ക് ആവശ്യമുള്ളതാണ്, ഇതിൻക്ക് ആവശ്യമുള്ളതാണ്, എന്റെ കലാം സൂക്ഷിക്കാൻ ആവശ്യമുള്ളതാണ്. നിങ്ങൾ ഇമ്മയും വാപ്പി ആലോചിച്ച് നോക്കി, എന്റെ റബ്ബ് എത്ര വലിയ കരുണയാണ് എന്നോട് ചെയ്തത്. ആ കുട്ടിനെ 8-9 മാസം ഗർഭത്തിൽ ചുമന്ന് നടന്ന ഒരു ഉമ്മ എത്ര ഭാഗ്യവതിയും, ആ കുട്ടിനെ കൊണ്ടുവരുന്ന വാപ്പ എത്ര ഭാഗ്യവാൻ. സത്യത്തിൽ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത് തെളിവാണ്. നിങ്ങൾ സംശയിക്കരുത്. ഇത് നബുവത്തിന്റെ വാക്കാണ്. ഖിയാമത്ത് സൂര്യനെ കത്തണമെന്ന കിരീടം നൽകുന്നു. നബിതങ്ങളുടെ ശാസന വാക്ക് മാറൂല. അല്ലാതെ സംസാരിക്കൂല. ഇച്ഛക്ക് സംസാരിക്കുന്ന ആളല്ല എന്റെ നബി എന്ന് ഖുർആൻ പറയാൻ. എന്റെ നബി വഹിയല്ലാതെ സംസാരിക്കൂല. അവിടെ എത്ര വലിയ ഭാഗ്യവന്മാരും ഭാഗ്യവതികളാണ്. നാളെ മശ്ശറയിൽ കിരീടം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. നാളെ മശ്ശറയിൽ കിരീടം വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കും, കതിരിച്ച് അള്ളാഹ്ക്ക് നന്ദി കാണിക്കും, മക്കളെ കാര്യത്തിൽ തീരുമാനിക്കും. അല്ലാതെ എന്തുണ്ടാകും? മക്കളെ പഠിപ്പിച്ചു ഓരോ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എത്ര കാലം സ്വന്തം കാലിൽ നിൽക്കുന്നു? അവസാനം പല സ്ഥലങ്ങളിലും അവരുടെ ജനാസകൾ കാണുന്നു. അപ്പൊ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയച്ചിരുന്നത്. പക്ഷെ ആ കുട്ടിക്ക് സ്വന്തം കാല് വെച്ച് ജീവനും കൂടി ഇല്ലാതായി, ആളില്ലാതായി. ഭൗതിക ജീവിതത്തിന്റെ അരങ്ങൾ എവിടെയുള്ളത്? എവിടേക്കോ രാജ്യത്ത് പോയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഏതൊക്കെ ഗഫ്ലത്തിന്റെ മാഹൂല്യം. അതൊക്കെ അഭിമാനമായിട്ട് കാണിക്കും. നമ്മൾ അഭിമാനമായിട്ട് കാണിക്കും, ഭയങ്കര അഭിമാനമായിട്ട് പറയും. ആലോചിച്ച് നോക്കി, നാളെ മശ്ശറയിൽ എന്ത് സമാധാനം. പ്രായപൂർത്തിയായി, 18-20 വയസ്സായി. പെട്രോളും തീപ്പെട്ടിമാരില്ല ജീവിതമാണ് ക്യാമ്പസുകൾ. പെട്രോളും തീപ്പെട്ടിമാരി, തീയുമായി. രണ്ടാളും ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവൾക്ക് തുറന്നു വിടാൻ കുട്ടികളെ എന്തൊക്കെ കോഴ്സിന്റെ പേരാണ്. നിങ്ങൾ അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ അള്ളാന്റെ കലാം പഠിച്ചുകൊണ്ട് പറയാൻ നിങ്ങൾ കുടുമുട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് ബാക്കിയുള്ളൊക്കെ നിങ്ങൾ ജയിലിലടക്കാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ കുടുങ്ങും. ഈ ഒറ്റ കാലത്തിന്റെ പേരിൽ കുടുങ്ങും. ഒറ്റ കാലത്തിന്റെ പേരിൽ തിന്മയുടെ മാഹൂലേക്ക് മക്കളെ അയച്ചുവിട്ടത്. നിങ്ങൾ പൈസ കൊടുത്തിട്ട് വിടുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ആൾ സപ്പോർട്ട് ഉണ്ടാവും. മശ്ശറയിൽ ആരും ഉണ്ടാവില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതിന്റെ താല്പര്യം എല്ലാ കുട്ടികളും ജനിക്കുന്ന ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുന്ന മാഹൂലാണ്.
ഇസ്ലാം പറ്റുന്ന സ്വീകരിക്കാൻ പറ്റുന്ന ഫിത്രത്തിലാണ്. അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദി നസ്രാനി മജൂസക്കാക്കുന്നത്. കുട്ടികൾ ക്യാമ്പസുകളിൽ പോയി നിരീശ്വരവാദം പഠിച്ചവരെ കല്യാണം വേണ്ടാന്ന് പരസ്യക്ക് വരെയാണ്. നാട്ടിൽ ഫിത്തന ഉണ്ടാവും. നിബന്ധന ജാതകൾ പറഞ്ഞു, വിവാഹത്തിന്റെ സമയമായിട്ട് പെൺകുട്ടിനെ കെട്ടിച്ചയച്ചിട്ടില്ലെങ്കിൽ അവർ ഭൂമിയിൽ ഫിത്തന ഉണ്ടാവും. അത് ഏത് മനുഷ്യന്മാരുടെ കാര്യം. നിബന്ധന ജാതകളാണ് ഫിത്തന ഉണ്ടാവും. പെൺകുട്ടികൾ നിരീശ്വരവാദത്തിന്റെ ആൾക്കാരും ആൺകുട്ടികൾ നിരീശ്വരവാദത്തിന്റെ ആൾക്കാരും ആണും പെണ്ണും ഇടകലർന്ന് പടച്ചോനെ പേടിക്കാത്ത ജീവിതം. ഒരു വാപ്പാര് പറയുന്നത് എന്താ നമ്മൾ കാട്ടാൻ? എന്ത് കാട്ടാനാ? ഒന്നും കാട്ടാനില്ല, ഒന്നും കാട്ടാനില്ല. പയറും കുഴിച്ചിട്ടാൽ അതിൽ മത്തനുണ്ടാവണമെന്ന് പറഞ്ഞുണ്ടാവോ? ഉണ്ടാവില്ല. എന്താണോ നിങ്ങൾ കുഴിച്ചിട്ടത് അതാണ് മുളക്കുന്നത്. അതുകൊണ്ട് മക്കളെ ദീൻ പഠിപ്പിക്കും. ദീനാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് ദീനാണ്. ദീനിനേക്കാൾ വലുത് വേറൊന്നില്ല. തഖ്വ. ഒരു പാണിനും ഒരു പെണ്ണിനും ഉണ്ടാവേണ്ട ഏറ്റവും വലിയ മുതൽ തഖ്വയാണ്. ഒരു സഹാബി പറയുന്നുണ്ട്, മക്കളൊക്കെ മരിക്കാൻ സമയം വിളിച്ചുകൂട്ടിട്ട്, മക്കളെല്ലാവരും വിളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തഖ്വ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു ഭയവുമില്ല. നിങ്ങൾ തഖ്വ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു ഭയവുമില്ല. കാരണം ഖുർആൻ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത നിലയിൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നു. എന്നിട്ട് സഹാബി പറഞ്ഞു, അഥവാ നിങ്ങൾ തഖ്വ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം നിങ്ങളുടെ മക്കളെന്നും പറഞ്ഞത് എനിക്കൊരു കാര്യമില്ല. ഞാൻ ആ കാര്യത്തിൽ കുടുങ്ങുള്ളൂ. അതുകൊണ്ട് ഞാനും കൂടെ ചെയ്തു. ഒരു അയ്യാറായി, അളവുകോലായി, മാനദണ്ഡമായി കണ്ട് തഖ്വയായി. തഖ്വയുള്ള ആള്, തഖ്വയുള്ള പെണ്ണ് എന്നും ലോകത്ത് വരേണ്ടത് ഒരു മക്കളിൽ തഖ്വ ഉണ്ടാവണം. പടച്ചോന്റെ ഭയം ഉണ്ടാവണം. വീട്ടിൽ നിന്ന് തഖ്വ ഉണ്ടാക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാവിലെ പോകുന്ന സമയം ഒരു കുടിലിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ത്രീ പറയുന്നു മോളോട്, മോളെ പാലിൽ അല്പം വെള്ളം ചേർക്ക്, ഇന്ന് പാല് കുറവാണ്. അപ്പൊ മോള് പറയണ്ടേ, അമീറുൽ മുഅ്മിനീനെ ഞാൻ അറിഞ്ഞാൽ എന്ന് പറയും. അപ്പൊ ഉമ്മ പറയണേ, അമീറുൽ മുഅ്മിനീൻ എങ്ങനെ അറിയാനാണ് നമ്മൾ ഈ കുടിയിൽ കുറച്ച് വെള്ളം ചേർക്കുന്നത്? ഇതൊക്കെ പുറത്തുനിന്ന് ഉമർ റളിയല്ലാഹു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു കൂടെ അസ്ലമുണ്ട്, അദ്ദേഹത്തിന്റെ ഖാദിം. ഉമർ റളിയല്ലാഹു അൻഹു പെൺകുട്ടി പറഞ്ഞു മറുപടി, ഉമ്മ, എന്റെയും നിങ്ങളുടെയും അമീറുൽ മുഅ്മിനീൻ റബ്ബായ അല്ലാഹു കാണും ഉമ്മ. എന്റെ പേരാണ് തഖ്വ. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും മാർക്ക് ചെയ്യിപ്പിച്ചു. മക്കളെല്ലാരും വീട്ടിൽ വിളിപ്പിച്ചു. നിങ്ങൾക്ക് ആർക്കാ ഭാര്യമാരില്ലാത്തത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഭാര്യ. അങ്ങനെ എല്ലാവരും പറഞ്ഞു. ആസിം റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ് ആസിം ബിൻ ഉമർ ബിൻ ഖത്താബ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭാര്യയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അസ്ലം കാണിച്ചു. അങ്ങനെ പോയി. ഉമർ റളിയല്ലാഹു അൻഹു ആരാന്നറിയുന്നത്? വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധീപൻ, ഖലീഫ. ഇന്നത്തെ ഭാഷ പറയുന്ന രാജാവ്. നാട് വിറക്കണ ആള്, പേർഷ്യക്കാരന്റെ പേടി. ആ കണ്ടീഷനല്ല, ഭയഘട്ടത്തിലല്ല, അതേ പൊസിഷനിൽ. അബൂബക്കറിന്റെ മരണത്തിന്, ഉമർ റളിയല്ലാഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ്. ആസിമിനോട് പോയി നോക്കാൻ പറഞ്ഞു. അസ്ലം കൊണ്ടേ കാണിച്ചു കൊടുത്തു. പറ്റി. കുട്ടിനെ കല്യാണം കഴിച്ചു. ഏത് കുട്ടിനെ? വലിയൊരു രാജാവിന്റെ മോൻ കല്യാണം കഴിക്കുന്ന ഒരു പാൽക്കാരിന്റെ കുടിയിൽ നിന്ന് പാല് വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ മോളെ കിട്ടാൻ. എന്താ കെട്ടാൻ കാരണം? കെട്ടാൻ കാരണം ആ കുട്ടിക്ക് തഖ്വയുണ്ട്. ആ കുട്ടിക്ക് തഖ്വയുണ്ട്. തഖ്വ ഉണ്ടായപ്പോ എന്തുണ്ടായത്? ഇസ്ലാമിക താരീഖ് വായിക്കുന്ന ആൾക്കറിയാം, ഉമർ രണ്ടാമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അറിയാങ്ങൾക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ്. ഉമർ രണ്ടാമൻ എന്നാണ് അദ്ദേഹത്തിന് അറിയുന്നത്. അത്ര നീതിമാനായിരുന്നു അദ്ദേഹം, ഉമർ ബിൻ അബ്ദുൽ അസീസ്. നമ്മുടെ മലയാളത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, എന്ത് ഉണ്ടു സഖി ഒരു കുല മുന്തിരി എന്നൊക്കെ പറഞ്ഞ ആ സംഭവം ഉമർ ബിൻ അബ്ദുൽ അസീസാണ്. അത്ര ലളിതമായി ജീവിച്ചു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഈ പാൽക്കാരിന്റെ മോനാണ്. ഉമർ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. നമ്മൾ മനസ്സിലാക്കണം, തഖ്വ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാവുള്ളൂ. തഖ്വയില്ലാത്തതിൽ എന്താ ഉണ്ടാവുക? അതുകൊണ്ട് ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കണം. ആണിലും പെണ്ണിലൊക്കെ തഖ്വയുള്ള കുടുംബത്തിലാവും. നല്ല കുടുംബത്തിൽ നല്ല കുട്ടികളുണ്ടാവും, നല്ല കുടുംബം ഉണ്ടാവും, പടച്ചവനെ പേടിയുണ്ടാവും. നമ്മുടെ മക്കൾക്ക് അല്ലാഹനെ അറിയണം. അല്ലാഹനെ അറിയലാണ് ഏറ്റവും വലിയ അറിവ് എന്ന് മനസ്സിലാക്കി. നിനക്കാളും വലിയ അറിവ് വേറില്ല. സൂര്യനെ കുറിച്ച് പഠിച്ചു, ചന്ദ്രനെ കുറിച്ച് പഠിച്ചു, ഗാലക്സി. നീ ചന്ദ്രനിൽ പോയി മലപ്പുറത്തെ കുട്ടികളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കാലങ്ങൾ അതാണല്ലോ. ഖുറാൻ പഠിച്ച വാപ്പന്റെ മോള് ഫ്ലൈറ്റ് പറത്തി തരണ ഭയങ്കര സംഭവമാണ്. എന്നിട്ട് അയാൾ എഴുതി എന്നിട്ട് വരിക, സംഭവമാണെന്ന് വിചാരിക്കും. സംഭവം എന്തോ കീഴടക്കി. നാളെ മഹ്ശറിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുക. മക്കൾക്ക് എന്താണ് കൊടുക്കേണ്ടിയിരുന്നത്, എന്താണ് പഠിക്കേണ്ടിയിരുന്നത്. ഇവിടൊക്കെ ഭയങ്കര സംഭവം. ഖുറാൻ പഠിച്ച കുട്ടികളോട് ചിലപ്പോൾ ചോദിക്കണ്ടാവും, ഇത് പഠിച്ചില്ല, എന്റെ ഭാവി പോയി. ഞാനെപ്പോഴും ആയിരിക്കൽ എന്തിനാ ഇമ്മക്കും വാപ്പക്കും കിരീടം കൊടുക്കുന്നത്? ഉമ്മക്കും വാപ്പക്കും കിരീടം കൊടുക്കുന്നത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചെറിയ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഈ ഹദീസ് കേൾക്കുന്നുണ്ട്. വരെയുണ്ട് സ്കൂള് 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഹദീസ് കേട്ടിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ഒന്നും ആലോചിക്കണ്ടേ, നമ്മൾ മെനക്കെട്ട് പഠിച്ച ബലിയുടെ പെരയും വെറുതെ ആര് നമ്മളന്നത്തെ ഭാഷ അതാണല്ലോ. ഇത് ത്യാഗമൊക്കെ നമുക്ക് ഉണ്ണി വാപ്പിയുടെ വെറുതെ ചോറ് ചാറൊക്കെ തന്ന് കല്യാണത്തിനൊക്കെ കൂടി ഇങ്ങനെ നടക്കുക. നമ്മൾ കല്യാണമില്ല, സർക്കാരില്ല, ഒരു പരിപാടിയില്ല, ഇങ്ങനെ മദ്രസയിലായിട്ട് നിന്നത് പഠിച്ചു. എന്നിട്ട് കിരീടം പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പോകാം. ഞാൻ ഒന്നും ആലോചിക്കല്ലേ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായത് ഇതെന്താ കിരീടം ഇവർക്ക് കൊടുക്കാൻ കാരണം. കിരീടം കൊടുക്കാൻ കാരണം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അത്ര ത്യാഗം ചെയ്യുന്നു. നീ വാപ്പി അത്ര മദ്രസിന്റെ നിയമം ഒരു ഭാഗത്ത്, കുടുംബക്കാരെ വേറെ ഭാഗത്ത്, ഒരു കല്യാണം ഉണ്ടാവും, സൽക്കാരം ഉണ്ടാവും. അതിനൊന്നും കുട്ടികൾ വന്നില്ലെങ്കിൽ അതിന് കൂടെ തെറിയുണ്ടാവും. ആരൊക്കെ നമുക്കും വാപ്പക്കും. പിന്നെ കല്യാണത്തിന് പോയാലുള്ള കഥ എന്താ പഠിക്കണേക്കും. അങ്ങനത്തെ കുട്ടികളായിരിക്കും. അവരെനിക്ക് 4 കുട്ടികൾ 3 കുട്ടികൾ 8 കുട്ടികൾ. അവരെന്താ ചെയ്യുന്നത്, ഓരോരുത്തർ ചെയ്യണം. ഓരോരുത്തൊക്കെ പഠിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ചിലരൊക്കെ കമ്മട്ടെന്ന് ഇങ്ങനെ പറയാം, ഒരാൾ ഇങ്ങനെ പഠിക്കാൻ, ഒരാൾ ഇങ്ങനെ പഠിക്കാൻ, ഒരാൾ ഇങ്ങനെ പഠിക്കാൻ. അതൊന്നും പറ്റില്ല. വേറിട്ട് ഇങ്ങനെ ചെയ്യും. മൂത്തോളം എന്താ ചെയ്യുന്നത്, രണ്ടാമത്തോളം എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്. അപ്പൊ അവസാനം എനിക്ക് കിട്ടണത് എന്ത് ചെയ്യും? ഖുർആൻ പഠിക്കാതെ ആടെ വേറെ എന്താ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ആടെ വേറെ തുല്യ ഖുർആൻ മാത്രമേ. അപ്പം തന്നെ ഒരു പറയും, അള്ളാനെ പേടിച്ചിട്ടോ കുട്ടികളെ ഭാവി നശിച്ചിട്ട് അള്ളാനോട് സമാധാനം പറയേണ്ടിയില്ല. കുട്ടികളെ ഭാവി നശിപ്പിച്ചാൽ അള്ളാനോട് സമാധാനം പറയേണ്ടി വരും. ഈ കാലഘട്ടത്തിലൊന്നും അതില്ല, ഞാൻ നടക്കൂല, ഇതില്ല, ഞാൻ നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുക. ഒരു നല്ലൊരു ബിരിയാണി എന്നാണെന്നൊക്കെ വിചാരിച്ചു കൊടുക്കുമ്പോഴേക്കും ഇത് കേൾക്കാം. പിന്നെ ബിരിയാണിയോട് മൂടുണ്ടാവില്ല, ഒന്നിനോട് മൂടുണ്ടാവില്ല. ഒന്ന് പോയാൽ മതിയെന്ന് തോന്നി. ആ കല്യാണത്തിന് ബിരിയാണിയും പോയി, ആ കല്യാണത്തിന് സന്തോഷം പോയി. അടുത്ത സ്ഥലത്ത് ആകത്ത് ചോദിച്ചാത്ത സ്ഥലം മരിച്ച സ്ഥലത്ത് മാത്രമാണ്. എവിടെ മരിച്ചു കുറിച്ച് ചോദിക്കില്ല. കാരണം അപ്പൊ ചെറിയ വേറൊരു കാഴ്ചയാണ്. വേറെ എവിടെ പോയാലുണ്ടോ ICUന്റെ മുമ്പിലും മരിച്ചു കൊടുത്തു ചോദിക്കില്ല. ആ 2 സ്ഥലത്ത് വലിയ വെയിറ്റ് ഉള്ള ആൾക്കാരാണ് ഖുർആന്റെ ആൾക്കാർ. ഞാൻ ഒരിക്കലും കൂട്ടുകാരൻ്റെ ആളുകൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് ICU ഉണ്ട്. അപ്പൊ പുറത്ത് ഞാൻ നിൽക്കുകയാണ് എല്ലാവരും. ഞാൻ അവരെ സമാധാനാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പാസ് ചെയ്തുകൊണ്ട് ഇറങ്ങി. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതായത് താഴ്ന്നു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓനെ അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ വീഴ്ചയോ വെച്ച് വന്നു. അപ്പൊ അവനോട് അവിടെ ഇരുത്തി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പഠിച്ചോണ്ട് പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നോടാ പറഞ്ഞു നമ്മള് എന്തായാലും പറഞ്ഞു സമാധാനാക്കുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ 2-3 ആൾ വന്നു. പിന്നെ ഒരു ഈ സ്ത്രീകളും കൂടി കേട്ടോട്ടെ, വയലിൽ എവിടെ ICU ഓരോടി കേട്ടോട്ടെ. കാരണം അതൊക്കെ ബാഡി കഴിഞ്ഞ് നിൽക്കുകയാണ്. ചെറുപ്പക്കാരും ബാറുകളൊക്കെ ഇങ്ങനെ ICU നിൽക്കുകയാണ്. മുക്കിൽ പൈപ്പുണ്ട്, ഒരു നിർദ്ദമില്ല. ഡോക്ടർമാർ പറഞ്ഞൊന്നും പറയാനായിട്ടില്ല, അങ്ങനെ നിൽക്കുക. പിന്നെ പ്രൈവറ്റിന്റെ മൈരല്ല. ഇവിടെ മെഡിക്കൽ കോളേജിൽ കാണാനും ഒന്നും അനുഭവിക്കില്ല. ഓരിങ്ങനെ അടുപ്പ് അറിയുള്ളൂ. അത് വേണം കേൾക്കുക, അടക്കുക, നിങ്ങൾ കൊണ്ടേക്കോടി എന്നുള്ള അർത്ഥത്തിൽ ഓരും ഉള്ളത്. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര വെയിറ്റ് ചെയ്യും. അല്ലാത്തവർക്ക് കല്യാണത്തിനൊക്കെ പൊരിലും ചവിട്ടേക്കും. അപ്പൊ ഈ ഉമ്മി വാപ്പി ഇതൊക്കെ സഹിക്കുക. ഇളയമ്മന്റെ ഓരോ ചവിട്ടി, മൂത്തമ്മന്റെ ഓരോ ചവിട്ട്,
നാത്തൂൻ്റെ വക വേറെ, ഇളച്ചിൻ്റെ വക വേറെ, മുത്തച്ഛൻ്റെ വക വേറെ, എല്ലാവരുടെ വകയും ചവിട്ടും കുത്തും കൊണ്ടിട്ടാണ് എന്ത് പഠിക്കുന്നത് ഈ കുട്ടി ഹാഫിളാകുന്നത്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അപ്പൊ പിന്നെ ഓൾക്ക് കിരീടം കൊടുക്കാക്കാൻ പറ്റും? ആഖിറത്തിൽ എത്തുന്നതാണ് അത് അറിയാം. എൻ്റെ മോൻ എന്തേ പഠിപ്പിച്ചു, എൻ്റെ മോൻ എന്തേ പഠിപ്പിച്ചു. അതുകൊണ്ട് മക്കളെ ഖുർആൻ പഠിപ്പിക്കും. മക്കൾ ഖുർആന്റെ അഹ്ലുകാരാവട്ടെ, മക്കൾ ഖുർആന്റെ അഹ്ലുകാരാവട്ടെ. ഞാൻ ഒമാനിൽ പോയിരുന്നു. നമ്മളൊരു കൂട്ടുകാരൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് ഒഴിഞ്ഞെടുക്കുക. അവിടെ ഫുള്ള് അവരൊക്കെ നാട്ടിലുണ്ട്. ഒരു കൊറോണക്ക് നാട്ടിൽ വന്നിട്ട് ഇവിടെ തിന്നാട് വന്നിട്ടില്ല. ഞാൻ കൊറോണ ഉടനെ പോയി. അപ്പൊ ഞങ്ങളവിടെ ആ വീട്ടിൽ ഞാൻ നിൽക്കി. എല്ലാ സൗകര്യവും ഉണ്ട്. അങ്ങനെ ഉണ്ടോ ഭക്ഷണം അങ്ങനെ കഴിച്ചു അങ്ങനെ ഞങ്ങളോരോ പണി കഴിഞ്ഞ് ഇങ്ങനെ വരും, അവിടെ നിൽക്കും. അപ്പൊ നമ്മൾ വേറെ കൂടെ ഒരു ആളുണ്ട്, അദ്ദേഹം കൂടെ പറഞ്ഞു ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അദ്ദേഹത്തിനാണ് വലിയ 2 തൊട്ടിൽ വലിയ വീട്, ഒരു വില്ലൊക്കെ ഉണ്ട്. ഞങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ 4 ആൾക്കാരുടെ പോയി. അയാളുടെ ഭാര്യ മാത്രമേ ഉള്ളൂ. 2 ആൺകുട്ടികളുണ്ട്. ഒരപ്പം കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒരു മുകളിൽ വലിയൊരു ലോകം അത് ഫുള്ള് തുറന്നതാണ്. അപ്പൊ ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ജാൻ്റെ ബാഗ് ഒരു റൂം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ റൂം കിടന്നു, ഒരു റൂം കൂട്ടി എൻ്റെ ചാപ്പാട് കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ വർത്തനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഈ റൂമിന് മറ്റേ റൂമൊക്കെ അതിനേക്കാൾ സെറ്റപ്പ് റൂമാണ്. ഈ റൂമിനെന്താ ഞാൻ എനിക്കവിടെ നടന്നാൽ മതി, ഉറങ്ങിയാൽ മതിയല്ലോ നേരിച്ച് ഞാനവിടെ നിന്ന്. അപ്പൊ അദ്ദേഹത്തോട് കുറച്ചു നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കാര്യമില്ല സന്തോഷം വിളിച്ചിട്ട് വന്നിട്ട് മുമ്പ് എന്ത് ചെയ്യണേ കാര്യമാണ്. ഞാൻ എന്തേ പ്രശ്നം എന്താണ്? അപ്പൊ അദ്ദേഹം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മോളുണ്ടായിരുന്നു, 10-16 വയസ്സായ മോള്. ഞാൻ അറിഞ്ഞിട്ട് 16-15 ഓള് ഖുർആൻ പഠിച്ചിട്ടുണ്ട്. 14 വയസ്സിട്ട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു രോഗം വന്നു. രോഗത്തിന് ചികിത്സിച്ചു. അവസാനം അത് കുറച്ച് മൂർധന്യത്തിലെത്തി. അപ്പൊ കുട്ടി അവസാന സമയത്ത് ICUക്ക് പോകും. ഉമ്മാനങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ നിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവില്ല, നിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തായാലും ബേജാറാവില്ല, നിങ്ങൾക്ക് എന്തായാലും ഒന്നാവും സ്വർഗം തരും. ഞാൻ അള്ളാഹുവിന്റെ കലാം പഠിച്ചത്, ഞാൻ തിരിഞ്ഞൊന്നും ചെയ്തില്ല. എനിക്ക് എന്തായാലും ഒന്നാവും സ്വർഗം തരും, നിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാക്കണം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു പോയതാണ്. പിന്നെ ആ കുട്ടി മരിച്ചത്. ഓട് ഉപയോഗിച്ച റൂമാണ്. അദ്ദേഹം കാര്യമാണ്, അദ്ദേഹം വലിയ എഞ്ചിനീയറാണ്, അദ്ദേഹം വലിയ സാമ്പത്തിക സെറ്റപ്പുള്ള ആളാണ്, എല്ലാം. പക്ഷെ അദ്ദേഹം കൂടി പറയാണ്, മോളെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇവിടെ ദുനിയാവ് പഠിപ്പിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ആലോചിച്ചു. ഞാൻ ഇന്ന് മലപ്പുറത്ത് കുട്ടികൾ വിട്ടു ഓരോട് ഞാൻ പറഞ്ഞു, നാളെ 4 കാര്യങ്ങളെ കുറിച്ച്, ഒരു റിവായത്തിൽ 5 കാര്യങ്ങൾ, അതിനെക്കുറിച്ച് വ്യക്തമായി മറുപടി പറയാതെ വെച്ചക്കാൽ അനക്കാൻ പറ്റില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ 4, ചില റിവായത്തിൽ ഹത്താ യുസ്അല അൻ 5. 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് അതിന് വ്യക്തമായ മറുപടി കൊടുക്കാതെ വെച്ചക്കാൽ അനക്കാൻ പറ്റില്ല. ആരെ മുന്നിൽ? അള്ളാന്റെ മുന്നിൽ, മശ്ശറിലെ കോടതിയിൽ. ഒരു ചോദ്യമാണ്, ആയുസ് എങ്ങനെയാണ് ചെലവാക്കിയത്. അടുത്ത ചോദ്യം, യുവത്വം എങ്ങനെയാണ് തീർത്തത്. യുവത്വം എന്ന് പറഞ്ഞത് ആയുസിലുള്ളതാണ്. 50 കൊല്ലത്തെ ജീവിതമുള്ള ഒരാൾക്ക് അതിലുള്ള ഒരു കുറഞ്ഞ പീരീഡാണ് യുവത്വം തന്നെ. അതിനെപ്പറ്റി സ്പെഷ്യൽ ചോദ്യം. ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാവലോട് കൂടി യുവത്വത്തിലേക്ക് കയറി 14-15 വയസ്സോട് കൂടി ചോദ്യം. പിന്നെ 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സോട് കൂടി യുവത്വം തീർന്നു. ഇതിന്റെ ഇടയിൽ ഈ ഒരു കാലയളവാണ് 15 കൊല്ലം 20 കൊല്ലത്തിന്റെ കാലമാണ്. ഈ കാലയളവിൽ ഒന്നും ഓർമ്മയില്ലാതെ പോവാണ്. 50 വയസ്സൊക്കെ എത്തുമ്പോഴാണ് യുവത്വം കഴിഞ്ഞത് ആരറിയുന്നത്. മറ്റേ യുവത്വം വരുന്നതും അറിയില്ല, പോണതും അറിയില്ല. എങ്ങനെയാണ് തീർന്നത് ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ ഹദീസിലേക്ക് എപ്പോഴും ആലോചിക്കുന്നത്, എനിക്ക് ആകെയുള്ളൊരു സമാധാനം എന്താണെന്ന് പറഞ്ഞാൽ മദ്രസയിലെയും ആകാരം.
മദ്രസയിലെ കുറ്റം എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് അലക്കാൻ പോവാം, ഉറങ്ങണ സമയത്ത് അവൻ പറഞ്ഞു അവരോടൊന്നും അറിയില്ല, വേറെ ആരോടൊന്നും പറഞ്ഞു അലക്കാൻ പോവുക, അല്ലെങ്കിൽ അവിടെ ഉറങ്ങണ സമയത്ത് തിരിഞ്ഞലിക്കാം, അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല. അതൊക്കെയാണ് മദ്രസയിലെ കുറ്റങ്ങൾ. ബാക്കി യുവത്വത്തിന്റെ സമയം മുഴുവൻ മദ്രസയിലാണ്, എയിമിന്റെ വഴി. ഓരെത്ര ഭാഗ്യവന്മാരാണ്. ആലോചിച്ചു, ഈ കുട്ടികൾ ഇപ്പൊ രാവിലെ മുതൽ തഹജ്ജുദ് മുതൽ ഓതും, തഹജ്ജുദ് മുതൽ തഹജ്ജുസ്കരിക്കുക, ഓതുക. എത്ര പേരോ രാത്രി 10 മണി. അതിൻ്റെ ഇടയിൽ അവർക്ക് ജസ്റ്റ് അസെപ്റ്റു പിന്നെ മഗ്‌രിബ് വരെയുള്ള സമയമാണ്, ഫുള്ള് കിട്ടൂല. കുറച്ചേരം ദിക്റൊക്കെ ഉണ്ടാവും, ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കളിക്കാനും തിരിയാനൊക്കെ. അതിനിടയിലുള്ള അലക്കലും കുളിക്കലും ഒക്കെ ഉണ്ടാവും. ബാക്കി ഫുൾ ടൈം ഇങ്ങനെ ഓതുക, ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ കലാം ഓതുക. എത്ര നേരം ഓതുങ്ങൾ ആലോചിച്ചു. ഒരു വരി പഠിക്കണമെങ്കിൽ ഇവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഏതാ ഇതിന്റെ ഭാഷ? ഈ ആയത്തിൽ ഞാൻ പഠിക്കുന്നത് വേറൊരു സ്റ്റൈലാണ്. തള എന്ന് പറഞ്ഞ വഴികളാണ് എനിക്കറിയാം. ഈസാറ മറ്റൊരു വാക്ക്, പിന്നെ ഹയാത്ത് ദുനിയാണ്. ഫൈനൽ ജഹീം എന്ന് പറഞ്ഞാൽ എന്താണ്, മഹുവ എന്ന് പറഞ്ഞാൽ എന്താണ് കാരണോട് അതിന്റെ തലയ്ക്ക് വേണ്ടത്. ഈ പാവം കുട്ടിക്ക് തുനിമ അറിയില്ല. അവർക്ക് തലയും ഹാഫിയും ഒക്കെ ബരാബറാണ്. അവർക്ക് ഇത് പരിചയമില്ലാത്ത വാക്കാണ്. എത്ര പ്രാവശ്യം ഊതുവരുന്നത്? 50, 100, 200 പ്രാവശ്യം ഊതിച്ചാണ് ഊരിത് മനപ്പാടാക്കുന്നത്. ഇതൊക്കെ ഉരിയാടുന്നത് ഖുർആന്റെ ഹർഫുകളാണ്. ഒരു ഹർഫിന് 10 നന്മയാണ്. ഒന്നുകൂടി കൂടിയതാണെങ്കിൽ 25 നന്മട്ടും. അപ്പൊ ഈ കുട്ടി എത്ര ഓടിയിട്ടുണ്ടാവും നിങ്ങൾ പറയും. ഓരോ 5 ദൗറ കൈകളും പിന്നെ ദൗറ ചെയ്യണം, 29 പിന്നെ 5 ദൗറ ചെയ്യണം. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ എത്ര ഓതിയിട്ടുണ്ടാവും കുട്ടികൾ. ഓരോ പറ്റി നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അതുകൊണ്ട് ഒരു കുട്ടി ആസ്ലാകാരനെ കണ്ട കടലാസ് വരേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഇതാണ് ഇതിൻ്റെ ഇത്. ഈ കടലാസ് കൊണ്ട് എന്താ വില എന്നൊക്കെ ചോദിക്കണം. അവളുണ്ട് വില നിങ്ങൾക്ക് മനസ്സിലാണ്. ഒരു ദിവസം ഉണ്ട്, ഇന്നിപ്പോ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അത് അന്നൊരു കിരീടം വെച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. അന്നൊരു ശുപാർശ ചെയ്യും. ഇതാ പടച്ചോനെ, ഇതിന്റെ ഉമ്മയാണ്, ഇതിന്റെ വാപ്പയാണ്, ഇതിന്റെ വല്യപ്പയാണ്, ഞങ്ങളൊക്കെ സ്വർഗത്തിൽ വിട്ട് കാര്യമില്ല, വരും കൂടി പോകണം. അള്ളാഹു തആല ഹാഫിളിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അള്ളാഹ് പറയുന്ന വരെ കൂട്ടിക്കൊള്ളും. അന്ന് മനസ്സിലാവും സ്വന്തം കാലിൽ ആരാ നിന്നത്. അന്ന് എല്ലാവരും സ്വന്തം കാലില്ലാതെ വിയർപ്പിൽ മുങ്ങുമ്പോ ഇവര് സ്വന്തം കാലിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ സ്വന്തക്കാരായി നിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്വന്തക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ വേഗം ഖുർആൻ പഠിപ്പിക്കും, ദീൻ പഠിപ്പിക്കും, ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് നല്ല സാലിഹ്യങ്ങളായ നല്ല ഇണകളെ കൊടുക്കും. പെൺകുട്ടികൾക്ക് ഏറ്റവും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പണി ഏറ്റവും സാലിഹ്യങ്ങളായ നല്ല ഇണകളെ കണ്ടെത്തി കൊടുക്കുക. ഒരു കുടുംബജീവൻ ഉണ്ടായിക്കട്ടെ, ഒരു മക്കളിൽ ദീനുണ്ടാവട്ടെ. ഉമ്മാരിൽ ദീനുണ്ടെങ്കിലാണ് ദീനുണ്ടാവുക. ഒരു മോനെ ചെറിയ കൈക്കുഞ്ഞുമായിട്ടാണ് ഹാജറ റളിയല്ലാഹു അൻഹ മക്കയിലെത്തുന്നത്. അവിടുന്ന് ഇട്ടിച്ചിട്ട് പോവാണ്. സംവിധാനങ്ങളൊന്നുമില്ല. ഫ്രിഡ്ജ് സാധനങ്ങൾ ഫുള്ളായിട്ടുണ്ട്, കിണറുണ്ട് അവിടെ, പിന്നെ സൂപ്പർ മാർക്കറ്റ് വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, കിണറുമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. മനുഷ്യവാസത്തിന് മര്യാദക്ക് പറ്റാത്ത എന്ന് വെച്ചാൽ കൃഷിയൊന്നുമില്ല അവിടെ. കാര്യം പാറകൾ. അവിടെ കുട്ടീനെ ഒരു ഉമ്മനെ ആക്കിയിട്ട് വലിയ ഇതൊന്നുമില്ല, ഉദ്ദേശിച്ച് പോവാണ്. അപ്പോഴാണ് ഹാജർ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, നിങ്ങൾ വിട്ടിട്ട് പോകുന്നത്? മറുപടി ഒന്നുമില്ല. അപ്പൊ അവർക്ക് തോന്നി ഇത് അള്ളാന്റെ കൽപ്പന ആയിരിക്കും. അവർ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അള്ളാഹ് ഞങ്ങൾ പാഴാക്കൂല. എപ്പോഴത് പറഞ്ഞറിയോ? പൈസയും ബാങ്കും ഫുള്ള് ഭക്ഷണ സാധനങ്ങളൊക്കെ നിറച്ച റൂമിലല്ല, ഒട്ടം പാറയില്ല.
ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു കൈക്കുഞ്ഞായിട്ട് നിൽക്കണം. ഉമ്മ പറഞ്ഞു, ഇതല്ല അള്ള ഞങ്ങളെ പാഴാക്കൂല. ആ വാക്ക് ഉറച്ച വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഞങ്ങൾ ഒറ്റക്കാക്കി പോകാൻ പറ്റില്ല, ഞങ്ങൾ കൂടെ വരുന്നുണ്ട് എന്നൊക്കെ പറയും. ഒന്നും പറഞ്ഞില്ല. കുഞ്ഞിനേറ്റ് അവിടെ നിന്നു, ഉള്ള സാധനങ്ങൾ തീർന്നു, കുട്ടി കരയാൻ തുടങ്ങി. ഉമ്മക്ക് കുട്ടിന്റെ കരച്ചിലാണ് ഏറ്റവും വലുത്. അതാണ് സഫയിൽ കയറി നോക്കി ആരെങ്കിലും ഉണ്ടോന്ന്. ഇല്ല, ഇറങ്ങി. കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ ഒരു പച്ച ട്യൂബിലേക്ക് ഉണ്ടെന്ന്, മാർബിൾ ആണെങ്കിലും. അവിടുന്ന് പുരുഷന്മാര് തോളനക്കി ഓടണമെന്ന് പറഞ്ഞു. അവിടുന്ന് കുട്ടിനെ കാണാതെ ഓടി സ്പീഡിൽ കുറച്ച് കുട്ടിനെ അങ്ങനെ കുട്ടിനെ നോക്കിപ്പോയി. മറവയിൽ കയറി, മറവ കയറിട്ട് നോക്കി എന്തെങ്കിലും ഉണ്ടോ. അവസാനം കുട്ടിന്റെ അടുത്തേക്ക് തന്നെ വന്നു. കുട്ടിന്റെ കരച്ചിൽ. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ചറ കൊണ്ട് അവിടെ അടിച്ചു. അവിടുന്ന് അല്ലാഹു വെള്ളം കൊണ്ടു, സംസം കൊണ്ടു. ഒന്നും മനുഷ്യർ കുടിച്ചിട്ട് തീരില്ല. ആ ഉമ്മ അന്ന് പറഞ്ഞത് അല്ലാഹു കൊണ്ട് വന്നു. കാലങ്ങൾ കഴിഞ്ഞു. ഖുർആൻ പറയുന്നത് ഫലമ്മ ബലഹ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹക ഫൻദുർ മാദാ തറാ. ഫലമ്മ ബലഹ മഅഹു സഅയ, ഓടാനും ചാടാനൊക്കെ സമയമായപ്പോൾ എന്നുവെച്ചാൽ കുറച്ച് വലുതായി. അപ്പൊ അല്ലാഹു തആല സന്ദേശം കൊടുത്തു, ഇന്നി അറാ ഫിൽ മനാം, മോനെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. നബിന്റെ സ്വപ്നം സത്യമാണ്. എന്റെ സ്വപ്നത്തിൽ കാണുന്നത് അന്നെ അസ്ബഹക ഫൻദുർ മാദാ തറാ, മോനെ നിന്നെ അറുക്കണം എന്നാണ് കാണുന്നത്. ഫൻദുർ മാദാ തറാ, എന്താ നിന്റെ അഭിപ്രായം? മോനോട് ചോദിക്കണം. മോൻ എന്താ പറയാ? ഞങ്ങളെ ആലോചിക്കും. നിന്റെ അമ്മനെ ചെറുപ്പത്തോടെ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്തി, ഞങ്ങളിന്ന് കഷ്ടപ്പെട്ട് വെള്ളം കുടിച്ച് ജീവിച്ച് ഇപ്പം നടക്കാൻ ഓടാനൊക്കെ ആയപ്പം നിങ്ങൾ അവിടുന്ന് കത്തിയായിട്ട് ഞങ്ങൾ അറക്കാൻ വന്നാണില്ലേ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കൂടി എന്നൊക്കെയാണ് പറയേണ്ടത്. അല്ലെങ്കിൽ വാപ്പ എന്തെങ്കിലും അധ്വാനിക്കാനോ വേറെ എന്തെങ്കിലും ഒക്കെ പോയില്ലെങ്കിൽ വാപ്പയിൽ നിന്ന് അകറ്റുന്ന പണിയാണ് ആർക്ക്. അതിലാണ് തന്ത പോയത്, തിരിഞ്ഞോക്കിയില്ല അവർക്ക് പറയും. ഇതൊന്നും ഈ കുട്ടി പറഞ്ഞില്ല. ഈ കുട്ടി എന്താ പറഞ്ഞത്? ആ കുട്ടി എത്ര നല്ല മൂല്യം വിളിച്ചത്, പൊന്നുപ്പ, കൽപ്പിക്കപ്പെട്ടതുപോലെ അറുത്തോളീൻ എന്നല്ല പറഞ്ഞത്. എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തോളി. ഇവിടെ അറക്കലായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഇവിടെ നമ്മളെ പണി എന്താണ്? കൽപ്പന പൂർത്തിയാക്കലാണ്. ആരെ? ചെറിയ കുട്ടി പറഞ്ഞ വാക്കാണ്. ഖുർആൻ അതേപോലെ ഒപ്പിയെടുത്ത് പറഞ്ഞുതരാണ്. ഒരു കാര്യം ചെയ്യാൻ പോണേ മുമ്പ് എന്ത് പറയുന്നത്? ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ സത്തജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, ക്ഷമാശീലന്മാരെ കൂട്ടത്തിൽ എത്തിക്കും. ഞാൻ ഓടൂല, ഞാൻ ഉറച്ചു നിന്ന് തരുന്നു. ഈ മോൻ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് അവിടെ ഇതിൽ പോയിരുന്നു. ഇതിൽ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ പഠിപ്പിക്കണേ. 2.5 വയസ്സുള്ള കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സെന്റർ ഉണ്ടായിരുന്നു. അവിടെ ചെറുപ്പത്തിലേ പോയതുകൊണ്ടാണ്. ആണോ? അവിടെ ഓടി പോയില്ല. അവിടുത്തെ ഉസ്താദും അവിടുത്തെ മദ്രസയും ഒക്കെ ആരെന്നെയാണ്? ആ അമ്മ ഹാജർ റളിയല്ലാഹു അൻഹ. അത്ര കാമ്പുള്ള ഉമ്മയാണ്. അതുകൊണ്ട് ആ മോനിൽ ആ കാര്യം ഉണ്ടായി. മോൻ ഉറച്ചു നിന്നു. അറക്കണ കാര്യം വരെ മോൻ ഉറച്ചു നിന്നു. എന്നാ വേറൊരു ഉമ്മന്റെ അടുത്ത് വളർന്നൊരു മോൻ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലൊക്കെ ഉണ്ടാക്കി അള്ളാന്റെ കൽപ്പന പ്രകാരം. ഖുർആൻ പറയാണ്, മലകൾക്ക് സമാനമായ തിരമാലയുള്ള കപ്പൽ ഇങ്ങനെ നീങ്ങി. ആ സമയത്താണ് മകനെ കാണുന്നത്. നൂഹ് അലൈഹിസ്സലാം കൂടുതൽ ആൾക്കാരൊക്കെ കപ്പലിൽ കയറ്റി. മകൻ പേടയുള്ളത് പുറത്തല്ലത്. പുറത്തുള്ളവരൊക്കെ എന്താവും? നശിക്കും. അത് നൂഹ് അലൈഹിസ്സലാമിന് അറിയാം. അതുകൊണ്ട് സ്വന്തം മോനാടെ കണ്ടപ്പം നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ബുനയ്യ ഇർകം മഅനാ ഫലാ തകുൻ മഅൽ കാഫിരീൻ. മോനെ, ഈ കപ്പലിലേക്ക് കയറിക്കോ. ആ ഉള്ളിൽ ഇത്ര ഇഖ്ലാസ് ഉള്ളതായിക്കോ. പിന്നെ സ്വന്തം മോൻ വെള്ളത്തിൽ മുങ്ങാൻ പോവാണ്. യാ ബുനയ്യ ഇർകം മഅനാ, മോനെ നമ്മളെ കൂടെ ഈ കപ്പലിൽ കയറിക്കോ. ഫലാ തകുൻ മഅൽ കാഫിരീൻ.
മോൻ പറഞ്ഞു സആവി ഇലാ ജബലി യാസിമിനി മിനൽ മാ, ഞാൻ ഏതെങ്കിലും പർവ്വതത്തിന്റെ ഉച്ചിയിൽ കയറി രക്ഷപ്പെട്ടോളാം. ഇവിടെ അർക്കല്ല, പിന്നെന്താണ് മുങ്ങണോടത്തുനിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാണ്. ഏത് പൊട്ടനും വിളിച്ചാൽ കയറും. എപ്പോ മുങ്ങാണെന്ന് കണ്ടാണ്. പക്ഷേ അപ്പോഴും ഈ മകൻ പറഞ്ഞത് സആവി ഇലാ ജബലി യാസിമിനി മിനൽ മാ. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, മോനെ ഞാൻ വിചാരിച്ച വെള്ളല്ലത്, ലാ ആസിമ യൗമ മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷന്റെ വരവാണ്, ഇന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. പക്ഷേ ആ വാപ്പി മോനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഫഹാല ബൈനഹുൽ മൗജ്, രണ്ടാളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു തിരമാല വന്നു. ഫകാന മിനൽ മുഗ്റഖീൻ, നൂഹ് അലൈഹിസ്സലാം ആകുന്ന പിതാവിന്റെ കണ്ണിന്റെ മുന്നിൽ മകൻ ഈമാൻ കിട്ടാത്ത അവസ്ഥയിൽ മരിച്ചു വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇതിന്റെ കാരണം ഉലമാക്കൾ എഴുതുന്നത് അമ്മക്ക് എന്തില്ലേ ഹാജറ ബീവിന്റെ മാതിരിയുള്ള മല്ല, ഉമ്മന്റെ ദീനില്ല, ഉമ്മ വിശ്വസിച്ചിട്ടില്ല. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത്. അവിശ്വാസിനികൾക്ക് ഉപമയായി ഖുർആൻ പറഞ്ഞത് തന്നെ ആരാണ്? ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് എന്നാണ്. നൂഹിന്റെ ഭാര്യയും ലൂത്തിന്റെ ഭാര്യയും അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് വീട്ടിൽ ദീനില്ലെങ്കിൽ പിന്നെ മക്കളിൽ ദീനുണ്ടാവില്ല. നേരത്തെ പറഞ്ഞു പാൽക്കാരിന്റെ മോൾ, അവിടെ ദീനുണ്ട്, തഖ്വയുണ്ട്. അതിന്റെ പേരക്കുട്ടി ഉമർ ബിൻ അബ്ദുൽ അസീസായി. അതുകൊണ്ട് ദീൻ അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് മക്കൾക്ക് ദീൻ കൊടുക്കും. ഒന്നും കൊടുത്തില്ല പറ്റില്ല, ദീൻ കൊടുക്കും, ഖുർആൻ കൊടുക്കും, ഖുർആൻ പഠിക്കട്ടെ, അതോട് കൂടി വളരട്ടെ. ചില ആൾക്കാരുടെ ഒരു ഫാഷൻ ആയിട്ട് ഹാഫിളാക്കുന്ന ആൾക്കാർ കിടക്കട്ടെ, ഹാഫ്, എന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ, എന്നിട്ട് ഖുർആനോട് കടമയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, വേറെ അവസ്ഥയിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ പാവം. എനിക്കറിയാം കുട്ടിയുണ്ട്, ആ കുട്ടി ദീനിയായി നല്ല ഖുർആനൊക്കെ പഠിച്ച് ഇന്ന് പൂർത്തിയാക്കി നല്ല തക്കോറ് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ മാതാപിതാക്കൾ വാപ്പക്ക് പെരും നിർബന്ധം, അർദ്ധരാൻ പറ്റില്ല, മൂടിച്ച കല്യാണത്തിന് സമ്മതിക്കില്ല. ഇവിടെ പാവം കുട്ടി കരഞ്ഞു, കുറെ കാലം കല്യാണം തടസ്സപ്പെടുത്തി. അയാൾ ഒരു നിൽക്കുമ്പോഴില്ല. അത് അയാൾ ആഗ്രഹത്തിൽ പഠിച്ചതുമല്ല കുട്ടി, ആ കുട്ടിന്റെ സ്വന്തം ആഗ്രഹവും ആ കുട്ടിന്റെ കുടുംബക്കാരുടെ ഇതിന്റെയൊക്കെ പേരിൽ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ മക്കളെ ദീനിയായി വളർത്തേണ്ട സപ്പോർട്ട് നിങ്ങൾ ചെയ്തു. ഓരോ ഹിജാബ്, ഓരോ ജീവിതത്തിന്റെ ചിട്ട, അതൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ സഹായിച്ചു കൊടുക്കണം. കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ആൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അതൊക്കെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ആൾക്ക് കല്യാണം കഴിപ്പിച്ചു അവരെ ദീനിയായി വളർത്തി. പറ്റെങ്കിൽ വീടുകളുടെ അടുത്ത് 1, 2, 5, 10 പെൺകുട്ടികൾക്ക് ഈ ചിട്ടയോട് മദ്രസകൾ ഉണ്ടാക്കിയപ്പോൾ ഒരു നിർബന്ധമില്ല. പെൺകുട്ടികളൊന്നും രാവിലെ വന്ന് വൈകുന്നേരം പഠിച്ചു പോകണം, എന്തെങ്കിലുമൊക്കെ കാട്ടിട്ട് അവർ പഠിപ്പിക്കാനുള്ള. ഖുർആൻ എല്ലാവരും പഠിക്കട്ടെ, എല്ലാ കുട്ടികളും ഖുർആൻ എത്തട്ടെ, അതിനുള്ള വലിയൊരു ചിന്ത നമുക്കുണ്ടാവും. അതുകൊണ്ട് മക്കൾ ഹാഫിളത്തുകളായവർ ഒരു ഭാഗ്യവന്മാരാണ്, തീർച്ചയായിട്ടും ഭാഗ്യവന്മാരാണ്. ആ കുട്ടികൾ അതിനേക്കാളും വലിയ ഭാഗ്യവതികളാണ്. നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ നിങ്ങളെ വില എന്താന്ന് അപ്പോഴേ അറിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറൊക്കെ അതിനൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ആരാണെന്ന് നാളെ ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഇതിനോടുള്ള ആത്മഹത്യ, ഇതിനോടുള്ള മഹത്വം അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കേണ്ട. അല്ല തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എന്നെ അല്ലാതെ കലാം പഠിക്കാൻ എന്നെ വിട്ടല്ലോ, എന്നെ പഠിപ്പിച്ചെന്നല്ലോ, അത് മതി. പഠിച്ചതെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യത്തിൽ നിന്നോളി, അള്ളാഹുവിന്റെ കലാമിനെ മുറുകെ പിടിച്ചോളി, ഒരിക്കലും നിങ്ങൾ വഴികളിലാവില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നമ്മൾ നല്ലപോലെ സൂക്ഷിക്കുക. ഇനിയുള്ള മക്കൾ, ചെറുമക്കൾ, അവരൊക്കെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വിടുക. ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ എവിടെ എത്താൻ ഒരു ഐഡിയ ഇല്ല. ഇന്നത്തെ തഖ്വയുള്ള ആലിമീങ്ങളുടെ, തഖ്വയുള്ള സാധാരണക്കാരന്റെ സ്ഥാനമായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ആലിമിനുണ്ടാകുക. തഖ്വയുള്ള ആലിമിന്റെ സ്ഥാനമല്ല, തഖ്വയുള്ള സാധാരണക്കാരന്റെ സ്ഥാനത്തേക്കും ആരുണ്ടാകുക? നല്ല തഖ്വയുള്ള ഒരു ആലിമുണ്ടാകുക. പിന്നെ സാധാരണക്കാരന്റെ കഥാപാത്രത്തേക്കും, കാരണം ബാത്തിൽ അത്ര അഴിഞ്ഞടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മക്കളിൽ ദീൻ നിലനിൽക്കട്ടെ, തലമുറയിൽ ദീൻ നിലനിൽക്കട്ടെ.
ഒന്നും നഷ്ടം വരില്ല, ഒന്നും നഷ്ടം വരില്ല, ഒന്നും നഷ്ടം വരില്ല. അള്ളാഹു ഇസ്സത്തെ തരുള്ളൂ. ഖുർആൻ ഇസ്സത്തിന്റെ ഗ്രന്ഥാണ്. അതൊരിക്കലും ആരും നിന്ദനാക്കൂല. അതുള്ളവരൊക്കെ അത് ഉയർത്തും, ഉറപ്പായിട്ട് ഉയർത്തും. അതുകൊണ്ട് ഖുർആനെ അതിന്റെ വാഹകരായി അതിനെ സ്നേഹിക്കുകയും അതിനെ താലോലിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആനെ സ്നേഹിക്കണം, ഇൽമിനെ സ്നേഹിക്കണം, ഇതിന്റെ അഹ്ലുകാരെ സ്നേഹിക്കണം. അതുകൊണ്ട് ഹാഫിളീങ്ങളെയും ഹാഫിളത്തുകളെയും ആദരിക്കണം. അള്ളാഹു ബഹുമാനിച്ചതിനെ നിന്ദിക്കൽ അത് അപകടത്തിന് കാരണമാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ അത് തഖ്വയുടെ ഭാഗത്തുപെട്ടതാണ്. അതുകൊണ്ട് ഹാഫിളത്തുകളെ ഹാഫിളീങ്ങളൊക്കെ ഹൃദയംഗമായി ആദരിക്കണം. നമുക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. പക്ഷെ ഒന്നുമില്ലെങ്കിൽ ഹൃദയത്തിൽ ഖുർആൻ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടല്ലോ, ഒരു ബഹുമാനം ഉണ്ടാവും. നമ്മളെ മക്കളൊക്കെ ഹാഫിളീങ്ങളാക്കണം. അകുൽ ഇൻഷാ അല്ലാഹ് എല്ലാ മക്കളും ഹാഫിളാക്കണം.